സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ്? ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ജോലിയിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ വരുമാനം നിലയ്ക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായ രോഗാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിനത് സാരമായിട്ട് ബാധിക്കും. ഒന്നിലധികം ഇൻകം സോഴ്സ് ഉണ്ടെങ്കിലും ഒന്ന് നിലച്ചാലും മറ്റൊന്ന് നമുക്കൊരു താങ്ങായിട്ട് നിലനിൽക്കും. അതുകൊണ്ട് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെപ്റ്റ് റീപേയ്മെൻറ്റ്, കടബാധ്യതകൾ ഒഴിവാക്കാൻ, ലോണുകൾ, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ, മറ്റു പെൻഡിങ് ലോൺസിൻ്റെ എല്ലാ ലയബിലിറ്റിയും ക്ലിയർ ചെയ്യാൻ നമുക്ക് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം വളരെ സഹായിക്കുന്നു. നമ്മുടെ ശമ്പളം ദൈനംദിന ചിലവുകൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതർ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ, അതിപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമാവാം, നിങ്ങളുടെ ഒരു വിദേശ യാത്രയാവാം, വിവാഹമാവാം, പുതിയ വീടാവാം എന്നിവ നേടിയെടുക്കാൻ വേണ്ടി അധിക വരുമാനം നിങ്ങളെ സഹായിക്കുന്നു. ഇത് കൂടുതൽ നിക്ഷേപം നടത്താൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്നു. റിട്ടയർമെൻറ്റ് പ്ലാനിങ്. കഴിയുന്നതും നേരത്തെ തന്നെ പണം നിക്ഷേപിച്ച് തുടങ്ങുന്നത് റിട്ടയർമെൻറ്റ് ലൈഫ് ഒരു സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും. ബെറ്റർ ലൈഫ് സ്റ്റൈൽ. ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി സഹായിക്കും. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, വിനോദങ്ങൾ, യാത്രകൾ, ഹോബികൾ എന്നിവയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ ശമ്പളത്തിൽ മാത്രം ആശ്രയിച്ച് പോകേണ്ടി വരില്ല എന്നത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഒരു ആഡംബരമല്ല, മറിച്ച് ഭാവിയിലേക്കുള്ള ഒരു കരുതലാണ്. നിങ്ങളുടെ ജോലിക്ക് പുറമെ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. തീർച്ചയായിട്ടും പ്രധാന വരുമാന മാർഗത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മറ്റു വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രധാന ജോലി ഉറച്ചു തന്നെ നിന്ന് അതിലെ സാലറി ഹൈക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. റെൻ്റൽ ഇൻകം. നിങ്ങളുടെ പേരിലുള്ള വീടോ കടമുറിയോ വാടകയ്ക്ക് കൊടുക്കുന്നത് വഴി ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻകം സോഴ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കൽ. ഓഹരി വിപണിയിൽ SIP ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. SIP ചെയ്യുന്നതിലൂടെ ദീർഘകാല അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് തീർച്ചയായിട്ടും വലിയ ലാഭം നേടിത്തരികയും ചെയ്യും. ഡിവിഡൻറ്റ്. നല്ല ഓഹരികളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഡിവിഡൻറ്റ് നമുക്ക് ലാഭമായി ലഭിക്കുകയും ചെയ്യും. അത് നമ്മുടെ ഇൻകം സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് കൂട്ടുമെന്നതിൽ സംശയമില്ല. കൃഷി. സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് വഴി മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലാതെ മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം അതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. FD അല്ലെങ്കിൽ RD. ബാങ്കിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ FD അല്ലെങ്കിൽ RD ഇടുന്നത് വഴി നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പോസ്റ്റ് ഓഫീസിൻ്റെ സ്കീമും ഉൾപ്പെടാം. അതൊക്കെ ടാക്സ് ഫ്രീ ആണോ എന്നുള്ളത് നോക്കിയിട്ട് FD അല്ലെങ്കിൽ RD പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ ബാങ്കിനെ പറ്റിയുള്ള ശരിക്കുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ച് മാത്രം പണം നിക്ഷേപിക്കുക. എന്തായാലും അതൊരു സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് എന്നുള്ളതിൽ സംശയമില്ല. ക്രിയേറ്റീവ് വർക്ക്. സർഗാത്മക പ്രവർത്തനങ്ങൾ. പുസ്തകങ്ങൾ എഴുതുകയോ മറ്റു ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് വഴി ലഭിക്കുന്ന റോയൽറ്റി ഒരു വരുമാന സ്രോതസ്സാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും ബാക്കിയുള്ള പോയിന്റുകൾ പറയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.